രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് IAS ഉദ്യോഗസ്ഥർ സിവിൽ സർവീസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് പരസ്യമായ വാക്പോരുകളിലേക്കും വിഴുപ്പലക്കലുകളിലേക്കും കടക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്കറിയാവുന്ന പോലെ അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു നിലവിലെ ചീഫ് സെക്രട്ടറി ജയതിലകനെതിരെ ഒരു അച്ചടി മാധ്യമത്തിലൂടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എൻ പ്രശാന്ത്, കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന എൻ പ്രശാന്ത് 2024 നവംബറിൽ രംഗത്തെത്തുന്നു. അതിന് പിന്നാലെ IAS ചേരിപ്പോര് രൂക്ഷമാകുന്നു. അങ്ങനെ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്ന കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു. ആദ്യം പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിന് ഒരു സമയപരിധി ഉണ്ടായിരുന്നു. അതിനുശേഷവും വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതോടൊടുവിൽ LDF സർക്കാരിന്റെ ഭരണം അവസാനിക്കുന്നതുവരെയും ആ സസ്പെൻഷൻ അങ്ങനെ തന്നെ തുടർന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടയിലാണ് 2013 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ K ഗോപാലകൃഷ്ണൻ മല്ലു ഹിന്ദു ഓഫീസേഴ്സ് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്ന പേരിൽ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ ചേരിപ്പോര് രൂപം കൊള്ളുന്നു. ആ ചേരിപ്പോരിനൊടുവിൽ തന്റെ വാട്സാപ്പ് ഹാക്ക് ചെയ്ത് മറ്റാരോ ചെയ്തതാണ് ഇതെന്ന പ്രതിരോധം തീർത്തുകൊണ്ട് ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നെങ്കിലും പിന്നീട് നടന്ന ഫോറൻസിക് പരിശോധനയിൽ അത് തെറ്റാണ്, അതായത് ഫാക്ടറി റിസർച്ച് ചെയ്തിട്ടുണ്ട് പലതവണയെന്ന് കണ്ടെത്തുന്ന തരത്തിലേക്ക് ഈ അന്വേഷണം നീളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ കൃത്യമായ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നവർ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതിന് പിന്നാലെയാണ് 1.5 മാസം മുമ്പ് B അശോകും സമാനമായ തരത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനം സമൂഹമാധ്യമങ്ങളിലൂടെയും അതല്ലാതെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. അദ്ദേഹം അഭിമുഖങ്ങൾ നൽകുന്നു. അങ്ങനെ സിവിൽ സർവീസ് ചട്ടങ്ങൾ നിലവിൽ ജോലിയുടെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിനെതിരെ പരസ്യമായി സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണോ അതിന് വിരുദ്ധമായൊരു നിലപാടിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകുന്നതാണ് കണ്ടത്. അങ്ങനെയാണ് അവരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് അവർ വെല്ലുവിളിച്ചിരുന്നു, പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് തങ്ങളെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് സർവീസിലേക്ക് തിരിച്ചെടുക്കുന്ന തീരുമാനമായിരിക്കുമെന്ന്. പക്ഷേ കഴിഞ്ഞ 18-ാം തീയതി മെയ് 18-ന് VD സതീശൻ സർക്കാർ അധികാരമേറ്റെങ്കിലും ആഴ്ചകളോളം നീണ്ടു ഈ സസ്പെൻഷൻ പിൻവലിക്കാനും തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുമൊക്കെയുള്ള സാധ്യതകൾ. അതിനൊടുവിൽ 2 ദിവസം മുമ്പ് മാത്രമാണ് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചത്. ഇന്നലെയാണ് B അശോകിന്റെയും N പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി അവർ ഏത് പദവികളിലേക്ക് വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ശ്രീറാം വെങ്കിട്ടരാമനെയും MR അജിത് കുമാറിനെയും ആരോപണ വിധേയർ എന്ന നിലയിൽ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്ന വലിയ സമ്മർദ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിമന്ത്രി T സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ശ്രീറാം വെങ്കിട്ടരാമനെ തന്റെ അനുമതിയോടെയല്ല കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റണമെന്ന നിലപാട് സിദ്ദിഖുമായി ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. MR അജിത് കുമാറിനെ CMD സ്ഥാനത്ത് നിന്ന് ബെക്കോയുടെ ചീഫ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം എക്സൈസ് മന്ത്രി M ലിജു തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിട്ട് അറിയിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വീണ്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിയെടുക്കുകയും അവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവിടേക്കൊക്കെ തന്ത്രപ്രധാനമായ പദവികളാണ്, അവിടേക്കൊക്കെ പകരക്കാർ എത്തേണ്ടി വരും. പക്ഷേ സംസ്ഥാനത്തെ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളുടെ തലപ്പത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആവശ്യത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അഭാവം ഉണ്ട് എന്നതാണ്. ഭരണം സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ, ഭരണചക്രം കൃത്യമായി സുഗമമായി തിരിക്കാൻ ഈ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അനിവാര്യമാണ്. അങ്ങനെയൊരു ഘട്ടത്തിൽ പല മുതിർന്ന ഉദ്യോഗസ്ഥകളെയും സർക്കാരിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയ നടപടി ഭരണ സംവിധാനങ്ങളുടെ ഏകോപനത്തെ, സുഗമമായ നടത്തിപ്പിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇങ്ങനെയൊരു നിർണായകമായ സമയത്ത് N പ്രശാന്തിന്റെയും B അശോകിന്റെയും സസ്പെൻഷൻ പിൻവലിച്ചത്. അവരെ പകരം ഏത് പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് നിയോഗിക്കും എന്ന കാര്യത്തിലടക്കം നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ, കാരണം ഈ സർക്കാരുകൾ എന്നത് മാറി മാറി വരും. സർക്കാരുകൾ എന്നതൊരു തുടർച്ചയാണ്. പക്ഷേ അത് സർക്കാരിന്റെ തലപ്പത്തേക്ക് വരുന്നത് പല മുന്നണികളാകാം, പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാകാം. പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന് കൃത്യമായി പിന്തുണ നൽകുന്ന ആളുകൾ ആയിരിക്കണം. അവിടെ അവരുടെ കഴിവും മികവും ഒക്കെയാണ് മാനദണ്ഡമാകേണ്ടത്. തീർച്ചയായും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ തന്നെ പരിശോധിച്ചാൽ പൊളിറ്റിക്കൽ ആഭിമുഖ്യം പുലർത്തുന്ന സംഘടനകൾ തന്നെയാണ് അവർക്കിടയിൽ ഉള്ളത് എന്നത് നമുക്കറിയാം. പക്ഷേ ഈ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ ആ സർക്കാരിനോട് അനുഭാവമില്ലാത്ത സംഘടനയിൽപ്പെട്ടവർ സർക്കാരിനെതിരെ രംഗത്ത് വരിക, അത് പരസ്യമായി തന്നെ പ്രതിഫലിപ്പിക്കുക, അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക, സർക്കാരിന് താല്പര്യമുള്ളവരെ മാത്രം കൃത്യമായ പദവികളിൽ ഇരുത്തുക, ഈ ഒരു ശീലം തീർച്ചയായും വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കും. ഇനിയിപ്പോൾ ഈ
അതായത് ഈ സസ്പെൻഷനിലാർന്ന ആളുകളെ തിരികെ എടുത്തിട്ടുണ്ട് എങ്കിലും അവർക്കെതിരായ നടപടികളോ അല്ലെങ്കിൽ അവർക്കെതിരായ ആരോപണങ്ങളോ ഒന്നും ഇല്ലാതാക്കിയിട്ടില്ല എന്നുള്ളതാണല്ലോ നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ നടപടികൾ അതേ നിലയിൽ തന്നെ തുടരും. പക്ഷെ സർവീസിലേക്ക് അവർ തിരികെ എത്തും. സ്വാഭാവികമായും ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മറ്റ് സന്ദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ ഡാൻ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിവിൽ സർവീസ് ഓൾ ഇന്ത്യ സർവീസാണ്. സംസ്ഥാന ഒരു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഭരണഘടന തന്നെ അനുശാസിക്കുന്ന തരത്തിൽ ചില ചിട്ടവട്ടങ്ങളുണ്ട്, പെരുമാറ്റ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതനുസരിച്ച് മാത്രമേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അതിനപ്പുറത്തേക്ക് പരസ്യമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങൾക്കുമെതിരെ പരസ്യമായി ഒരു നിലപാടെടുക്കാനോ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ അത് പ്രകടിപ്പിക്കാനോ ഉള്ള ഒരു തരത്തിലുള്ള അവകാശവും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് നിലവിലെ പെരുമാറ്റച്ചട്ടങ്ങൾ അനുസരിച്ചില്ല. അത് മറികടന്നുകൊണ്ടാണ് ബി അശോകും എൻ പ്രശാന്തും സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചത് എന്നതാണ് അന്ന് അവർക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ. അത് LDF ആയാലും UDF ആയാലും സിവിൽ സർവീസ് പെരുമാറ്റച്ചട്ടം അത് സംസ്ഥാനത്തെ 152 വരുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയിരിക്കെ ആ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായി പരസ്യമായൊരു നിലപാട് സർക്കാരിനെതിരെ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികമാണ്. അങ്ങനെയിരിക്കെ LDF സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സമാനമായ ഒരു ശൈലി UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ആ സർക്കാരിനെതിരെയും സ്വീകരിച്ചാൽ സർക്കാരിന്റെ നിലപാടുണ്ടാകും എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എൻ പ്രശാന്തിനെയും ബി അശോകനെയും തിരികെ എടുക്കുമ്പോൾ അത് LDFനുള്ള ഒരു രാഷ്ട്രീയ മറുപടി കൂടിയാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും അവിടെയാണ് ഡാൻ സൂചിപ്പിക്കുന്ന പോലെ, അതായത് പുതിയ സർക്കാർ ഭരണത്തിൽ ഏറിയിട്ടേ ഉള്ളൂ. തീർച്ചയായും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് കൃത്യമായൊരു പിന്തുണ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണം. പക്ഷേ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു എങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപകമായ എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടായെങ്കിൽ അത് പുറത്തറിയിക്കുവാനും പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകേണ്ടതല്ലേ എന്ന് പലരും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സർക്കാർ രാഷ്ട്രീയ പാർട്ടികളാണ് നയിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനഹിതത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടി വരുന്നതും അത് നടപ്പിലാക്കേണ്ടതും ഈ ഉദ്യോഗസ്ഥരാണ് എന്നതുകൊണ്ടാണ് അവർക്ക് പലപ്പോഴും അതിനെതിരെ രംഗത്ത് വരേണ്ടതായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധങ്ങൾ ഉയരുന്നത്, എതിർപ്പുകളും വിയോജിപ്പുകളും ഉയരുന്നത് എന്ന അഭിപ്രായവും ശക്തമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.